ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ റൂമിയോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, എർട്ടിഗയുടെ സെയിം മോഡലാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് മെയിനായിട്ട് അതിൽ വരുന്നുള്ളൂ. അതുമാത്രമല്ല, എർട്ടിഗയുടെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഈ റൂമിയോ എന്ന് പറഞ്ഞ വണ്ടിയുടെ കുറച്ച് വർക്കുകളാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഏറ്റവും പുതിയ വണ്ടിയാണ് ടൊയോട്ടയുടെ റൂമിയോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇത് നമുക്ക് ചെയ്യാനുള്ള മെയിനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോൺ നമ്മളിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ സീറ്റ് കവറ്, അതേപോലെ സ്റ്റീറിംഗ് കവറും, അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിനൈൽ മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇതാണ് സീറ്റ്. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലാക്കും അതേപോലെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ സ്റ്റീറിംഗ് കവറും നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ബ്ലാക്കിലാണ്. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു 70 മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ സീറ്റ് ചെയ്യുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ റെഡ് ലൈനും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ ഏറ്റവും താല്പര്യമുള്ളൊരു കളറാണ് ബീജ് കളർ, പ്രത്യേകിച്ച് എർട്ടിഗയിൽ. ഇതിപ്പോൾ കസ്റ്റമറുടെ കൂടി ഒരു താല്പര്യപ്രകാരമാണ് നമ്മൾ റെഡും അതേപോലെ തന്നെ ഫുൾ ബ്ലാക്കിൽ റെഡ് ലൈനായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സീറ്റ് കവർ വരുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ഒരു ബ്ലാക്കും സിൽവറും ഒരെണ്ണം കാണുന്നുണ്ട്. അതൊരു പുതിയൊരു ഡിസൈറിലേക്കുള്ളതാണ്. അവിടെ കിടക്കേണ്ട ഡിസൈർ അവിടെ കിടക്കുന്നുണ്ട്. ആ ഡിസൈറിലേക്കുള്ള വർക്കാണ് ബ്ലാക്കും സിൽവറും. അതിലേക്കൊരു 5D മാറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റർ കയ്യിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡിസൈറിൽ നമ്മൾ ആ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ റൂമിയോൻ്റെ വണ്ടിയിലത്തെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്, ബ്ലാക്കും അതേപോലെ തന്നെ റെഡും. പക്ഷേ ഇത് കസ്റ്റമറുടെ താല്പര്യപ്രകാരമാണ് നമ്മൾ ഈ റെഡും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷനിൽ സീറ്റ് ചെയ്തത്. ശരിക്കും എനിക്കത് അത്രയ്ക്കാണ്ട് താല്പര്യമായില്ല ആ കളർ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ എനിക്ക് അത്രയാണ്ട് പോരാ. അവർ സെലക്ട് ചെയ്തത് മോഡൽ അത്രയ്ക്ക് പോരാ. നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞെങ്കിലും അവർക്ക് അത് തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. അവരെല്ലാം കാശ് തരണം, അവർക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യണല്ലോ. അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലെ സീറ്റ്, 2 സീറ്റിൻ്റെയും ബാക്കിലെ സീറ്റിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ബാക്കിലെ റോഡ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബാക്കിലത്തെ സീറ്റ് കവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ 70 മാറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 70 മാറ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റീറിങ്ങും നമ്മുടെ ഒരു ബ്ലാക്ക് സ്റ്റീറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് 70 മാറ്റ് വരുന്നത്. നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഒരു 70 മാറ്റ് തന്നെയാണ് ഇതിലേക്ക് ചെയ്യുന്നത്. 70 മാറ്റ് എപ്പോഴും നല്ല ഷോ വരുന്നൊരു ഐറ്റം കൂടിയാണ്. സ്റ്റീറിംഗ് കവറും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലാക്ക് കളറിലുള്ള ഒരു സ്റ്റീറിംഗ് കവറാണ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 70 മാറ്റിൻ്റെ ഫിറ്റിങ്സും ഇങ്ങുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീറിംഗ് കവറിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാനുണ്ട്. ഇത്രയും നമുക്ക് അല്ലെങ്കിൽ വർക്ക് ബാക്കിയുള്ളൂ. അതേപോലെ തന്നെ ഒരു ഹോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ ഹോണും നമ്മളതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് ബേള്. ഇതിപ്പോൾ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന ഒരു ഡിസൈറാണ്. ഡിസൈറിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു സീറ്റ് കവർ കാണിച്ചിരുന്നു. അതിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു, ഇതിൽ തന്നെ കാണിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് സീറ്റ് ഉള്ളിലേക്ക് കയറ്റി. ഈ വണ്ടിയിൽ നമ്മളിങ്ങനെ ഒരു 5D മാറ്റ് ഇടുന്നുണ്ട്. അതേപോലെ ഇതിൽ 9-ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് കാണിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയിലാണ് കാണിക്കുന്നത്, റൂമിയോണ്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഡിസൈറാണ് വണ്ടി, പുതിയ ഡിസൈർ തന്നെയാണ്. ഇതിലേക്ക് ഇപ്പോൾ നമ്മളൊരു 5D മാറ്റും കൂടി ഇടുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കാണിച്ചത്. ഇതാണ് അതിൻ്റെ 5D മാറ്റ് വരുന്നത്. ഇത് ശരിക്കും ട്രേ പോലെ തന്നെ കിടക്കും. നമുക്ക് കറക്റ്റായിട്ട് അതേ അളവിൽ വരുന്ന ഒരു മാറ്റാണ്. അപ്പോൾ ശരിക്കും വണ്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും പൊടിയാവണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ആവണമെങ്കിൽ, ഇപ്പം നമ്മൾ മഴയത്തൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറണമെങ്കിൽ വെള്ളം വണ്ടിയുടെ ഫ്ലോറിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ ഒറിജിനൽ കമ്പനി വരുന്ന ഫ്ലോറിലാവില്ല. അത് മുഴുക്ക് ഇതിൽ തന്നെ നിൽക്കും. നമുക്ക് എടുത്ത് കളയാം, അല്ലെങ്കിൽ തുണി എടുത്ത് ഒപ്പി കളയുകയും ചെയ്യാം. ഇതെടുത്ത് നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഇടുകയും ചെയ്യാം. കറക്റ്റാണ് ഇതിൽ കൊടുക്കുക. അതിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. ഇപ്പോൾ അത് ആ പെട്രോളിൻ്റെയും അതിൻ്റെ ഡിക്കീരിയൊക്കെ അതിൻ്റെ സ്വിച്ച് അവിടെ ഉണ്ട്. ആ സ്വിച്ചിൻ്റെ അവിടേക്കൊക്കെ സ്വിച്ച് മീൻസ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ വലിക്കാനായിട്ട്, പെട്രോൾ ടാപ്പിൻ്റെ ലോക്കിൻ്റെ ഇതും അതുപോലെ ഡിക്കീരെ ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളതും അത് കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ആ ഭാഗം ഒന്ന് കാണിച്ചത്. ഇതേ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലും കൂടി നമ്മൾ ഇടുന്നുണ്ട്. ഇത് ശരിക്കും വണ്ടിയിലേക്കുള്ള ആവശ്യമുള്ളൊരു ഐറ്റം തന്നെയുണ്ട്. ഇത് ബാക്കിലത്തെ ഇതൊരു കാരണവശാലും ചവിട്ടിയ ഫ്രണ്ടിലേക്ക് നീങ്ങി പോകില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പീസായിട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല, കറക്റ്റായിട്ട് കിടന്നോളും. ബാക്കി സാധാരണ ചില വണ്ടിയിൽ നമ്മൾ ബാക്കിൽ കയറുമ്പോൾ ബാക്കിലത്തെ മാറ്റ് ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക.
ഇനി നമുക്ക് വീണ്ടും എർട്ടികയിലേക്ക് വരാം. എർട്ടിക അല്ല, സോറി, വീണ്ടും എർട്ടിക എന്ന് പറഞ്ഞത് റൂമിയോണിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. അതിൻ്റെ 70 മാറ്റ് നമ്മൾ ഇട്ടു. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് കവറിൻ്റെ പ്രത്യേകത ഇത് ലെതർ ടൈപ്പാണ് കേട്ടോ, സിന്തറ്റിക് ലെതറാണ്. സീറ്റിൻ്റെ മെറ്റീരിയലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല ഷോ വരുന്ന ഐറ്റമാണ്. അത് മാത്രമല്ല പിടിക്കുമ്പോഴും നല്ല സുഖം തന്നെയാണ്. ഇനി ഇതിൽ നമുക്കൊരു ഹോൺ കൂടി ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ബാക്കി വർക്കുകളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 70 മാറ്റ് ഇട്ടാണ് ഞാൻ കാണിക്കുന്നത്. കറക്റ്റായിട്ട് 70 മാറ്റ്, അതും ബ്ലാക്ക് സിൽവർ ലൈൻ, ഡയമണ്ട് കട്ടിൽ സിൽവർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കളറും ബ്ലാക്ക് തന്നെയാണ്, ബ്ലാക്കും റെഡാണ്. അതുകൊണ്ടാണ് നമ്മൾ 5D മാറ്റും ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. അത് കസ്റ്റമറുടെ താല്പര്യപ്രകാരം ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ പലരും ചിലവർക്ക് ഈ സീറ്റ് ഇഷ്ടപ്പെടില്ല. എന്താ കാര്യം വെച്ചാൽ ബ്ലാക്ക് ആയതുകൊണ്ട്, ബ്ലാക്കും റെഡും കൂടി ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മാച്ച് വരാത്തതുകൊണ്ട്. ഷടിയിൽ ഈ 70 മാറ്റ് വന്നപ്പോൾ, അത് ബ്ലാക്ക് വന്നപ്പോൾ ഒരുമിച്ച് ഒറ്റ നോട്ടത്തിൽ വരുമ്പോൾ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹോൺ തന്നെ ചെയ്യാനുള്ള ഹോൺ നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോണാണ് കേട്ടോ. ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞിട്ട് ഹെല്ലയുടെ ഒരു ഹോണാണ് നമ്മളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഒരു വർക്ക് മാത്രം നമുക്കിതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു, സ്റ്റിയറിങ്ങിൻ്റെ കഴിഞ്ഞു, 70 മാറ്റ് ഇട്ടു. 4 വർക്ക് നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ച്ച് കേട്ടുമല്ലോ, അതാണ് കമ്പനി വരുന്ന ഹോൺ. അത് മാറ്റിയിട്ടാണ് നമ്മൾ ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇതാണ് വരുന്നത്. ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ്. നല്ല സൗണ്ട് തന്നെയാണ് ഈ ഹോണിന്. നമുക്കിത് കഴിയുമ്പോൾ വർക്ക് ചെയ്ച്ച് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് വർക്ക് ചെയ്ച്ച് കേൾപ്പിച്ച് തരാം. ഈ ഹോണിൻ്റെ ഫിറ്റിങ്സിന് വയർ കട്ടിങ് ഒന്നും ഇല്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ അതിലിരിക്കുന്ന പഴയ 2 ഹോണും മാറ്റിയിട്ട് ഈ ഹോൺ നേരിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അതുകൊണ്ട് യാതൊരു വക പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. വാറണ്ടി നഷ്ടപ്പെടാൻ അങ്ങനെയുള്ള യാതൊരു വക പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. പലർക്കും ഹോൺ വരെ വെക്കാൻ പലർക്കും പേടിയാണ്. എന്നുവെച്ചാൽ വാറണ്ടി പോവാം, ഞങ്ങളുടെ വണ്ടിയിൽ വാറണ്ടി പോവാമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയുള്ള യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല. ബമ്പർ അഴിക്കുന്നു, അതിൻ്റെ പഴയ ഹോൺ ഊരെടുക്കുന്നു, പുതിയ ഹോണിലേക്ക് വെക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പം നമ്മൾ വെച്ച ഹോൺ കൂടി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് കേൾക്കാം. അതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹോണൊന്ന് വർക്ക് ചെയ്ച്ച് കേൾക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.